ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് നടത്തിയ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റംപ്ഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട്സ് 22 yards. ഇത് ആരുടെ ആത്മകഥയാണ്? സെയ്ദ് കിർമാനി. ഐ ടു ഹാഡ് എ ഡ്രീം ഈസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് വർഗീസ് കുര്യൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി പൊന്നാനി താലൂക്കിൽ സംഘടിപ്പിച്ച ജനഹിത പരിശോധനയ്ക്ക് നേതൃത്വം വഹിച്ചതാര്? ടി പ്രകാശം. താഴെ സൂചിപ്പിച്ച നൃത്തകലകൾ ഏതിൽ നിന്നാണ് കഥകളി ഉത്ഭവിച്ചത്? ഓപ്ഷൻ സി രാമനാട്ടം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായി പ്രവർത്തിച്ചത് താഴെ പറയുന്നവരിൽ ഏത് വനിതാ നേതാവാണ്? ദാക്ഷായണി വേലായുധൻ. ഓപ്ഷൻ ഡി. ദേശസ്നേഹികളിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഓപ്ഷൻ സി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ജോവിയൻ ഗ്രഹങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്നതിനെ കണ്ടെത്തുക. വ്യാഴം. എട്ടാമത്തെ ചോദ്യം, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന ആഗോളവാദം ഏതെന്ന് കണ്ടെത്തുക. പടിഞ്ഞാറൻ വാദങ്ങൾ. താഴെ തന്നിരിക്കുന്ന പർവ്വത ചുരങ്ങളെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ച് അവരോഹണ ക്രമത്തിൽ വിന്യസിക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 3, 1, 2, 4. അതായത് ബാരാലാച്ച, ബുർജില, ഫോട്ട്ല, സോജില. 10ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ധാതുക്കൾ ഏതിൻ്റെ നിക്ഷേപമാണ് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് കാണപ്പെടുന്നത്? ബോക്സൈറ്റ്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് കാണപ്പെടുന്ന എന്താണ്? ബോക്സൈറ്റ്. പ്രസിദ്ധമായ ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കണ്ടെത്തി രേഖപ്പെടുത്തുക. ഓപ്ഷൻ 11ാമത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഒഡീഷ. ചിൽക്ക തടാകം എവിടെയാണ്? ഒഡീഷയിൽ. 12ാമത്തെ ചോദ്യം, ഒരു ഭൂപടത്തിൽ തോത് 1 സെൻറ്റിമീറ്റർ 2 കിലോമീറ്റർ സൂചിപ്പിക്കുന്നു എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. താഴെ പറയുന്ന ഏത് അംശബന്ധ തോത് രീതിയാണ് പ്രസ്താവനയെ ശരിയായി പ്രതിനിധാനം ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. 1:2. 13th ക്വസ്റ്റ്യൻ, 1990-കൾക്ക് ശേഷവും ഇന്ത്യയുടെ വികസന തന്ത്രം കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഏത് നയത്തിലാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. വിപണി യാന്ത്രികതയും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തവും. 14ാമത്തെ ചോദ്യം, ഒരു നികുതിയുടെ ഭാരം വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ അനുഭവിക്കുന്നത് താഴെ പറയുന്ന ഏത് നികുതിയിലാണ്? ഓപ്ഷൻ ബി പരോക്ഷ നികുതി. ഡോക്ടർ MS സ്വാമിനാഥൻ്റെ എവർഗ്രീൻ വിപ്ലവത്തിന് വേണ്ടി വാദിച്ചിരുന്നതായി അറിയപ്പെടുന്നു. അതിന് അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്താണ്? പരിസ്ഥിതി സൗഹൃദമായ കൃഷി, സ്ഥിരതയുള്ള ആഹാര സുരക്ഷ, ജൈവ വൈവിധ്യം സംരക്ഷിക്കൽ. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. 15ൻ്റെ ആൻസർ സി. ഇന്ത്യയിൽ ഗൂഗിൾ നികുതി എന്നറിയപ്പെടുന്ന നികുതി ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇക്വലൈസേഷൻ ലെവി. ഗൂഗിൾ നികുതി എന്നറിയപ്പെടുന്ന ഏതാണ്? ഇക്വലൈസേഷൻ ലെവി. ഇന്ത്യയിൽ നിലവിലെ GST നിരക്കുകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 0%, 5%, 12%, 18%, 28%. 18ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി ഒരു രാജ്യം ഒരു വിപണി എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സർക്കാർ സൃഷ്ടിച്ച വ്യാപാര പ്ലാറ്റ്ഫോം ഏതാണ്? ഈനാം. ഓപ്ഷൻ എ. 19ാമത്തെ ചോദ്യം, കുറ്റം ചെയ്ത കാലത്ത് പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റവിധേയനെ ശിക്ഷിക്കാവൂ. ഒരു കുറ്റത്തിന് നിയമപ്രകാരം ഒരു തവണ മാത്രം ശിക്ഷ. കുറ്റാരോപിതനെ അയാൾക്കെതിരെ സാക്ഷിയാക്കരുത് എന്നീ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ്? അനുച്ഛേദം 20. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ 20ാമത്തെ ക്വസ്റ്റ്യൻ,
2003 ഭരണഘടനാ നിയമം ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂൾ ഭേദഗതി ചെയ്ത് താഴെ പറയുന്നതിൽ ഏതെല്ലാം ഭാഷകളെ ഉൾപ്പെടുത്തി? ഓപ്ഷൻ എ ആണ് വരുന്നത് ബോഡോ, മൈഥിലി, സന്താളി. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഭാരതീയ ഭരണഘടന പ്രകാരം ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക കടമകൾ താഴെ പറയുന്നവയിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് പരിഗണിക്കുക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് 1, 3, 4 മാത്രം. ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക, ശാസ്ത്രീയ മനോഭാവം വളർത്തുക, പൊതുസ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. 22ാമത്തെ ചോദ്യം, എത്ര കാലത്തിനുള്ളിൽ പാർലമെൻറ്റ് അംഗീകരിച്ചില്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരില്ല? 1 മാസം. 23ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വത്താവകാശത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൻ്റെ ആൻസർ വരുന്നത് എല്ലാം ശരിയാണെന്നുള്ളതാണ്. അതായത് 44ാം ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്താവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കി. ആർട്ടിക്കിൾ 300A പ്രകാരം സ്വത്താവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ്. ഇത് എക്സിക്യൂട്ടീവ് നടപടികളിൽ നിന്ന് സ്വകാര്യ സ്വത്തിനെ സംരക്ഷിക്കുന്നു, പക്ഷേ നിയമനിർമ്മാണ നടപടികളിൽ നിന്ന് സംരക്ഷിക്കുന്നില്ല. ഒരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സ്വത്ത് സംസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം നൽകണം. എല്ലാം ശരിയാണെന്നുള്ള ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 24ാമത്തെ ചോദ്യം, 2025 ജനുവരിയിൽ സ്ഥിരം ന്യായാലയ അദാലത്ത് ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലമായി മാറാൻ പോകുന്ന മണ്ഡലം ഏതാണ്? വാമനപുരം. വാമനപുരമാണ് 2025 ജനുവരിയിൽ സ്ഥിരം ന്യായാലയ അദാലത്ത് ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലമായി മാറാൻ പോകുന്ന മണ്ഡലം. 25ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത് സ്ത്രീകളെ സംബന്ധിച്ച നിയമങ്ങൾ നിരീക്ഷിക്കുന്നു, സ്ത്രീകളുടെ സംരക്ഷണവും സമത്വവും ഉറപ്പാക്കുന്നു, സ്ത്രീകളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നു. 26ാമത്തെ ചോദ്യം, സംസ്ഥാന തലത്തിൽ യോഗായുക്തയുടെ മേധാവി ആര്? ഓപ്ഷൻ ഡി ആണ് വരുന്നത് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയർഡ് ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്. റിട്ടയർഡ് വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി. 27ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന മുതിർന്ന പൗരന്മാരുടെ കമ്മീഷൻ ഏത് നിയമം അല്ലെങ്കിൽ പദ്ധതി നയത്തിന് കീഴിലാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്? ഇതിൻ്റെ ആൻസർ കേരള സംസ്ഥാന മുതിർന്ന പൗരന്മാരുടെ കമ്മീഷൻ നിയമം. കേരളത്തിൽ വാട്ടർഷെഡ് മാനേജ്മെൻറ്റുമായി മുഖ്യമായും ചുമതലപ്പെട്ട സർക്കാർ ഏജൻസി ഏതാണ്? മണ്ണ് പര്യവേക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പ്. 29ാമത്തെ ചോദ്യം, കേരളത്തിലെ വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പദ്ധതികളിൽ ജലസംരക്ഷണത്തിനായി സാധാരണയായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളിൽ പ്രത്യേക ഭൗതിക സാഹചര്യങ്ങളാൽ ഏതാണ് മുൻഗണന നൽകാത്തത്? ഓപ്ഷൻ ബി ബോർവെൽ റീചാർജ് ഷാഫ്റ്റുകൾ. 30ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സംബന്ധിച്ച് കേരളത്തിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത് നിപുണ തൊഴിലാളികളുടെ അഭാവം കേരളത്തിലെ NREG നടപ്പാക്കലിന് നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. 31ാമത്തെ ചോദ്യം, കേരളത്തിൽ സർക്കാർ മേഖലയിലെ മനുഷ്യവിഭവശേഷി മാനേജ്മെൻറ്റ് ഓട്ടോമേറ്റ് ചെയ്യാൻ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? സ്പാർക്ക്. 32ാമത്തെ ചോദ്യം, കേരള നിയമസഭയിലെ ഏത് കമ്മിറ്റിയാണ് പ്രതിനിധാന നിയമനിർമ്മാണത്തിന് കീഴിലെ നിയമങ്ങളും ചട്ടങ്ങളും പരിശോധിക്കുന്നത്? കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ. 33ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണകൂടത്തിൻ്റെ ആജ്ഞാത്വത്തിന് എതിരായ പ്രതിരോധങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 14. 34ാമത്തെ ചോദ്യം, പ്രകൃത്യാനീതിയുടെ സിദ്ധാന്തങ്ങൾ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ലംഘിക്കുന്ന വിധിയെ ചോദ്യം ചെയ്യുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? സെർഷ്യൂററി. 35ാമത്തെ ചോദ്യം, ട്രോജൻ 155mm ടോഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം? ഫ്രാൻസ്. 36ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിനാണ് കാൽസ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നത്?
ഓപ്ഷൻ സി വൈറ്റമിൻ ഡി. 37ാമത്തെ ചോദ്യം, ഒരു മുതിർന്ന മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. തൈറോയ്ഡ് ഹോർമോണിൻ്റെ സമന്വയത്തിന് ആവശ്യമായ അടിസ്ഥാന സൂക്ഷ്മ പോഷകം ഏതാണ്? അയഡിൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പ്രധാന വായു മലിനീകരണ ഘടകം? കാർബൺ മോണോക്സൈഡ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഏത് ക്യാൻസറിന് കാരണമാകുന്ന അപകടകരമായ ഘടകമാണ്? സെർവിക്കൽ ക്യാൻസർ, അതായത് ഗർഭാശയഗള ക്യാൻസർ. 41ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് സിഫിലിസിന് കാരണമാകുന്ന ജീവി? ട്രെപ്പോണിമ പല്ലിഡ. സിഫിലിസിന് കാരണമാകുന്ന ജീവി ഏതാണ്? ട്രെപ്പോണിമ പല്ലിഡ. 2023 ആരംഭിച്ച കേരള സർക്കാർ സംരംഭമായ വിവ പ്രോജക്റ്റ് ഏത് രോഗത്തിൻ്റെ പ്രതിരോധത്തിനും ചികിത്സയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു? വിളർച്ച. 2025 ലോകാരോഗ്യ ദിന പ്രമേയം ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ. താഴെ പറയുന്നവയിൽ ഏതിനെ കേന്ദ്രീകരിച്ചാണ്? 43ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മാതൃ നവജാത ശിശുക്കളുടെ ആരോഗ്യവും അതിജീവനവും. 44ാമത്തെ ക്വസ്റ്റ്യൻ, മോസ്ഡാക്ക് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? മെറ്റീരിയോളജിക്കൽ ആൻഡ് ഓഷ്യനോഗ്രാഫിക് സാറ്റലൈറ്റ് ഡേറ്റ ആർച്ചീവൽ സെൻറ്റർ. മെറ്റീരിയോളജിക്കൽ ആൻഡ് ഓഷ്യനോഗ്രാഫിക് സാറ്റലൈറ്റ് ഡേറ്റ ആർച്ചീവൽ സെൻറ്റർ. അതാണ് വരുന്നത്. മോസ്ഡാക്ക് എന്താണ്? മെറ്റീരിയോളജിക്കൽ ആൻഡ് ഓഷ്യനോഗ്രാഫിക് സാറ്റലൈറ്റ് ഡേറ്റ ആർച്ചീവൽ സെൻറ്റർ. കറക്റ്റ് അറേഞ്ച്മെൻറ്റ് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വൈദ്യുതകാന്തിക തരംഗ സ്പെക്ട്രത്തിൽ തന്നിരിക്കുന്ന അംഗങ്ങളെ അവയുടെ ഊർജത്തിൻ്റെ ആരോഹണ ക്രമത്തിലുള്ള ശരിയായ വിന്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ആദ്യം വരുന്നത് ദൃശ്യ തരംഗങ്ങൾ, പിന്നീട് വരുന്നത് റേഡിയോ തരംഗങ്ങൾ, പിന്നെ വരുന്നത് IR, പിന്നെ വരുന്ന ഏതാ? 3 UV വരും, പിന്നെ 4, പിന്നെ വരുന്നത് 6, then 5. അപ്പോൾ ഏതാണ് വരുന്നത്? ആദ്യം വരുന്നത് റേഡിയോ തരംഗങ്ങൾ, മൈക്രോവേവ്, IR, ദൃശ്യതരംഗങ്ങൾ, ഗാമാറേകൾ, എക്സ്റേകൾ. അടിസ്ഥാന SI ഏകകങ്ങളിൽ ഏതാണ് മറ്റുള്ള അടിസ്ഥാന SI ഏകകങ്ങളുടെ നിർവചനത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത്? സെക്കൻഡ്. 47ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യയിലെ ഏത് സ്ഥലത്താണ് ഗുരുത്വാകർഷണം മൂലം ഉള്ള ത്വരണം ഏറ്റവും കൂടുതൽ ഉള്ളത്? ഡൽഹി. മോളാർ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH എത്രയാണ്? ജലത്തിൽ നേർപ്പിച്ച 1 × 10⁻⁻⁷ മോളാർ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH എത്രയാണ്? 7. 49ാമത്തെ ചോദ്യം, n = 2, I = 0, m = 0, s = +1/2. The atom is. ഒരു മൂലകത്തിൻ്റെ ബാഹ്യ ഇലക്ട്രോണിൻ്റെ ക്വാണ്ടം നമ്പറുകൾ ചുവടെ തന്നിരിക്കുന്നു. ഈ മൂലകം ഡാഷ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്, ലിഥിയം. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വാതകമാണ് ഉയർന്ന മർദ്ദത്തിലും 40°C താപനിലയിലും ദ്രവീകരിക്കാൻ പറ്റുന്നത്? അമോണിയ. 51ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ലോഹത്തിൻ്റെ ഓക്സിജൻ അടങ്ങിയ അയിരാണ് പൈറോളുസൈറ്റ്? മാംഗനീസിൻ്റെ അയിരാണ് പൈറോളുസൈറ്റ്. താഴെ പറയുന്നവയിൽ കൃഷ്ണനാട്ടത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 52ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണെന്നുള്ളതാണ്. അഷ്ടപതി ആട്ടത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് കൃഷ്ണനാട്ടം. കോഴിക്കോട്ടെ മാനവേദൻ രാജാവാണ് കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ്. മാനവേദൻ രാജാവാണ് കൃഷ്ണഗീതി എന്ന കൃതി രചിച്ചത്. ജയദേവിൻ്റെ ഗീതാഗോവിന്ദം എന്ന കൃതിയുടെ മാതൃകയിലാണ് കൃഷ്ണഗീതി രചിച്ചത്.
53-ാമത്തെ ക്വസ്റ്റ്യൻ 2024 ഏറ്റവും നല്ല പുരുഷ ഗോൾ കീപ്പർക്കുള്ള ഫിഫ അവാർഡ് നേടിയ എമിലിയാനോ മാർട്ടിനസ് ഏത് രാജ്യക്കാരനാണ്? അർജന്റീന. 54-ാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന കഥാപാത്രങ്ങളും കൃതികളും പേരുകൾ താരതമ്യം ചെയ്ത് തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് വരുന്നത് കറക്റ്റായിട്ടുള്ള ആൻസർ. A2 അപ്പുക്കുട്ടൻ കേശവൻ്റെ വിലാപങ്ങൾ. നാരായണൻ പ്രവാചകൻ്റെ വഴി. ഗോവിന്ദൻകുട്ടി അസുരവിത്ത്. ഇരുമ്പൻ ഗോവിന്ദൻ നായർ സുന്ദരികളും സുന്ദരന്മാരും. അപ്പുക്കുട്ടൻ കേശവൻ്റെ വിലാപങ്ങൾ, നാരായണൻ പ്രവാചകൻ്റെ വഴി, ഗോവിന്ദൻകുട്ടി അസുരവിത്ത്, ഇരുമ്പൻ ഗോവിന്ദൻ നായർ സുന്ദരികളും സുന്ദരന്മാരും. 55-ാമത്തെ ക്വസ്റ്റ്യൻ MT വാസുദേവൻ നായർ ജ്ഞാനപീഠ അവാർഡ് നേടിയ വർഷം 1995. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായൽ. 57-ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ സി ആണ് വരുന്നത്. 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 2023 ഈ പദ്ധതി ആരംഭിച്ചത്. അത് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ബാഷർ അൽ അസദ് ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്നു? സിറിയയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ് ബാഷർ അൽ അസദ്. വീഡിയോ എഡിറ്റിങ്ങിനായി ഏത് സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നത്? അഡോബ് പ്രീമിയർ പ്രോ. ഓപ്ഷൻ സി. 60-ാമത്തെ ചോദ്യം ഒരു നെറ്റ്വർക്കിൽ റൗട്ടറിൻ്റെ പ്രധാന ഉപയോഗം എന്താണ്? വിവിധ നെറ്റ്വർക്കുകൾ കണക്ട് ചെയ്യാൻ. ഓപ്ഷൻ ഡി. സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? ആകർഷകമായ ഉള്ളടക്കം നിർമ്മിക്കുകയും പങ്കിടുകയും ചെയ്യുന്ന വ്യക്തി. 62-ാമത്തെ ചോദ്യം യൂറോപ്യൻ യൂണിയനിലെ ഡേറ്റാ സംരക്ഷണവും സ്വകാര്യതയും ശ്രദ്ധയിലാക്കുന്ന അന്താരാഷ്ട്ര നിയമം ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത് GDPR. 63-ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്പൺ AI-യുടെ ChatGPT-4-നെതിരെ മത്സരിക്കാനുള്ള ഏറ്റവും പുതിയ AI മോഡൽ ജെമിനി 1.5 അടുത്തിടെ പ്രഖ്യാപിച്ച കമ്പനി. ഓപ്ഷൻ ബി ഗൂഗിൾ ഡീപ് മൈൻഡ്. 64-ാമത്തെ ചോദ്യം വിവരാവകാശ നിയമം 2005 പ്രധാന ഉദ്ദേശം. മേൽപ്പറഞ്ഞത് എല്ലാം എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. എംപവർമെൻറ്റ് ഓഫ് സിറ്റിസൺ ജനങ്ങളുടെ ശാക്തീകരണം, സുതാര്യവും ഉത്തരവാദിത്വവും, അഴിമതി വിരുദ്ധ നയം. 65-ാമത്തെ ചോദ്യം ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം അധാർമിക വ്യാപാര രീതി എന്നാൽ എന്താണ്? മുകളിൽ പറഞ്ഞത് എല്ലാം എന്നുള്ള ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ളത്. വ്യാജ ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുകയോ വികലമായ ഉൽപ്പന്നം വിൽപ്പന നടത്തുകയോ ചെയ്യുക. ഉപഭോക്താവിൻ്റെ പേര് വിവരങ്ങൾ അവരുടെ അനുവാദം ഇല്ലാതെ വെളിപ്പെടുത്തുക. 66-ാമത്തെ ക്വസ്റ്റ്യൻ ജുവനൈൽ ജസ്റ്റിസ് അമെൻമെൻറ്റ് ആക്ട് 2021 പ്രകാരം ആർക്കാണ് അഡോപ്ഷൻ ഉത്തരവ് പറയാനുള്ള അധികാരം ഉള്ളത്? ജില്ലാ മജിസ്ട്രേറ്റ്. 67-ാമത്തെ ക്വസ്റ്റ്യൻ IPCയിലെ ഏത് സെക്ഷനാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഭിന്നലിംഗക്കാരുടെ അവകാശവുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് അഭിപ്രായപ്പെട്ടത്? സെക്ഷൻ 377. 68-ാമത്തെ ചോദ്യം BSAയിലെ ഏത് സെക്ഷനാണ് സ്ത്രീധന മരണമാണ് എന്ന് അനുമാനത്തിലേക്ക് എത്താൻ സഹായിക്കുന്നത്? ഓപ്ഷൻ സി ആണ് 118 BSA. ജോലിസ്ഥലത്തെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ 2013 എന്തിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്? ഓപ്ഷൻ ഡി സ്ത്രീകൾക്കെതിരെയുള്ള ശാരീരിക ആക്രമണങ്ങൾക്കെതിരെയുള്ള പരാതി സ്വീകരിക്കുന്നത് ICC രൂപീകരിക്കുക. 70-ാമത്തെ ചോദ്യം ഭിന്നശേഷിക്കാരായ ഒരു വ്യക്തിയെ പൊതുസ്ഥലത്ത് കളിയാക്കുകയോ വ്യക്തിഹത്യ ചെയ്യുകയോ ചെയ്യുന്നത് കുറ്റകരമാണെന്ന് ഭിന്നശേഷി അവകാശ നിയമത്തിൻ്റെ ഏത് സെക്ഷനിലാണ് പരാമർശിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി സെക്ഷൻ 92. 71-ാമത്തെ ചോദ്യം ഒരു APയുടെ 21-ാമത്തെ പദം അതിൻ്റെ 7-ാമത്തെ പദത്തിൻ്റെ 3 ഇരട്ടിയാണ്. 9-ാമത്തെ പദം 18 ആണെങ്കിൽ 64-ാമത്തെ പദം എന്താണ്? ഓപ്ഷൻ സി ആണ് വരുന്നത് 128. 72-ാമത്തെ ചോദ്യം ചില കോഡിംഗ് ഭാഷയിൽ മൊബൈൽ എന്നത് QSFMPI ആയി കോഡ് ചെയ്തിരിക്കുന്നു. അതേ ഭാഷയിൽ എങ്ങനെയാണ് ഫോൺ കോഡ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത് TLSRI.
73ാമത്തെ ക്വസ്റ്റ്യൻ, അരുൺ, വരുൺ, കിരൺ എന്നിവർ ഒന്നിച്ചാണ് നടന്നാണ് പോകുന്നത്. അവരുടെ ഓരോ ചുവടും യഥാക്രമം 55 സെൻറ്റിമീറ്റർ, 60 സെൻറ്റിമീറ്റർ, 65 സെൻറ്റിമീറ്റർ. അവർ ഒരുമിച്ച് ചുവട് വെച്ചാൽ പൂർണ്ണ ചുവടുകളിലെ ദൂരം മറികടക്കാൻ ഓരോരുത്തരും നടക്കേണ്ട ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? ഓപ്ഷൻ എ ആണ് 85 മീറ്റർ 80 സെൻറ്റിമീറ്റർ. 74ാമത്തെ ചോദ്യം, ഡിപ്പോയിലെ ക്ലോക്ക് ഉച്ചയ്ക്ക് 1 മണി കാണിക്കുമ്പോൾ ഒരു ബസ് ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ടു. ബസ് അവസാന ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ അവസാന ബസ് സ്റ്റോപ്പിലെ ക്ലോക്ക് ഉച്ചയ്ക്ക് 1:45 ആയിരുന്നു. 30 മിനിറ്റ് വിശ്രമിച്ച ശേഷം ബസ് ആദ്യ റൂട്ടിൻ്റെ 1.5 മടങ്ങ് ദൈർഘ്യമുള്ള മറ്റൊരു റൂട്ടിലൂടെ ബസ് ഡിപ്പോയിലേക്ക് മടങ്ങി. ഉച്ചയ്ക്ക് 2:30 ബസ് ഡിപ്പോയിലെത്തി. ബസ് ഡിപ്പോയിലെ ക്ലോക്കിനെ അപേക്ഷിച്ച് അവസാന ബസ് സ്റ്റോപ്പിലേക്കുള്ള ക്ലോക്ക് ഓപ്ഷൻ സി 15 മിനിറ്റ് മുന്നിൽ. 75ാമത്തെ ചോദ്യം, അരവിന്ദ് ഒരു ബാങ്കിൽ 640 രൂപ നിക്ഷേപിച്ചു. ഏതോ അടിയന്തര സാഹചര്യം കാരണം 2 വർഷവും 8 മാസവും കഴിഞ്ഞ് അദ്ദേഹം ആ തുക പിൻവലിച്ചു. ബാങ്കിൽ നിന്ന് അദ്ദേഹത്തിന് 844 രൂപയും 80 പൈസയും ലഭിച്ചു. ബാങ്കിൻ്റെ സാധാരണ പലിശ നിരക്കാണെങ്കിൽ പലിശ നിരക്ക് എത്രയാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത് 12%. അക്ബർ 10 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ച് കിഴക്കോട്ട് തിരിഞ്ഞ് 7 കിലോമീറ്റർ സഞ്ചരിച്ച് പിന്നീട് തെക്കോട്ട് തിരിഞ്ഞ് 14 കിലോമീറ്റർ സഞ്ചരിച്ച് വലത്തേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അക്ബറിൻ്റെ ആരംഭ സ്ഥാനത്ത് നിന്ന് ഫിനിഷിംഗ് സ്ഥലത്തേക്കുള്ള ദൂരം എത്രയാണ്? ഓപ്ഷൻ സി 5 കിലോമീറ്റർ. 77ാമത്തെ ചോദ്യം, ശ്രേണിയിലെ അടുത്ത പദം -2, 2, 8, 16, 26. അടുത്ത ഏതാണ് വരുന്നത്? -38. 78ാമത്തെ ക്വസ്റ്റ്യൻ, എന്ന ചിഹ്നങ്ങളുടെ ശ്രേണിയിൽ മൈനസ് കൊണ്ട് തൊട്ട് മുമ്പ് വരാത്തതും ഇൻറ്റു കൊണ്ട് തൊട്ട് പിന്നിലെ വരാത്തതുമായി എത്ര പ്ലസ്സുകൾ ഉണ്ട്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് 1. അടുത്ത ക്വസ്റ്റ്യൻ 79ാമത്തേത്, ഇഫ് പ്ലസ് എന്നാൽ ഡിവിഷൻ, മൈനസ് എന്നാൽ ഇൻറ്റു എന്നാൽ പ്ലസ്, ഡിവിഷൻ എന്നാൽ മൈനസ് എന്നിവയാണെങ്കിൽ 7 + 7 × 7 - 7 / 7 + 7 × 7 / 7 - 7ൻ്റെ മൂല്യം? ഓപ്ഷൻ എ 7. അടുത്ത 80ാമത്തെ ക്വസ്റ്റ്യൻ, മാർക്കും ആൻ്റണിയും ഒരു IT സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ഒരു ജോലി ചെയ്യുന്നതിൽ മാർക്ക് ആൻ്റണിയേക്കാൾ ഇരട്ടി കാര്യക്ഷമതയുള്ളവനാണ്. കൂടാതെ ഒരു പ്രോഗ്രാമിംഗ് ജോലി ചെയ്യാൻ ആൻ്റണിയേക്കാൾ 30 ദിവസം കുറവെടുക്കുന്നു. മാർക്കും ആൻ്റണിയും ഒരുമിച്ച് ആ ജോലി തീർക്കാൻ കഴിയുന്ന സമയം കണ്ടെത്തുക. ഓപ്ഷൻ ഡി 20 ദിവസം. 81ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദി സെൻറ്റൻസ് ക്ലീൻ ദ റൂം. ആൻസർ ലെറ്റ് ദ റൂം ബി ക്ലീൻഡ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ്. ഓപ്ഷൻ എ ആണ് വരുന്നത്, ഹി ഡിഡ്ന്റ് സീ ഹർ കമ്മിങ്. Fill in the blanks with the correct choice from the option given below. Option D ആണ് closing. Do you mind closing the door? Identify the error in the given sentence from the options below. If you have made the cake, I would have appreciated. Option A, have. Knucklehead is a slang for foolish person. 86th question. Yesterday I felt very tired as I was feeling a bit under the weather. 87th question. I had a dash when the crowd at the fair increased. Option C, FOMO. 88th question. Identify the error in the given sentence from the following options. She was complimented on her success at the Intercollegiate Quiz Festival held yesterday at the college auditorium. Option B, complimented. എന്നാണ് തെറ്റായിട്ടുള്ളത്. 89th question. She decided to dash the topic in the next meeting. Filling the blanks using the correct phrasal verb given as option. Bring up. 19th question. Choose the meaning of the word in bold in the given sentence from the options which follow. People believe that the democracy is the panacea for the humanity as a whole. And the answer വരുന്ന ഓപ്ഷൻ ബി, സൊല്യൂഷൻ ഫോർ ഓൾ പ്രോബ്ലംസ്. ശരിയായ രൂപം ഏത്? യഥേഷ്ടം. ഓപ്ഷൻ സി. പ്രതിരോധം എന്ന വാക്കിൻ്റെ വിപരീത പദം അനുരോധം. ദീപാവലി കുളിക്കുക, ദുർവ്യയം ചെയ്യുക. റിപ്രിമാൻഡ് എന്ന ഇംഗ്ലീഷ് വാക്കിന് തുല്യമായ മലയാള പദം താക്കീത്. അനുചിതം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്?
ഉചിതമല്ലാത്തത്. ആന എന്ന പദത്തിൻ്റെ പര്യായം വാരണം. മേദിനി എന്ന വാക്കിൻ്റെ അർത്ഥം ഭൂമി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യമേത്? നാം കഴിക്കുന്ന ആഹാരത്തിൽ വിഷാംശങ്ങൾ കലരാതെ സൂക്ഷിക്കണം. 99ാമത്തെ ക്വസ്റ്റ്യൻ. വിദ്യുത് ശക്തി എന്ന പദം പിരിച്ചെഴുതുന്നത് വിദ്യുത് പ്ലസ് ശക്തി. ഓപ്ഷൻ ഡി. പ്രതിദിനം എന്ന സമാസരൂപത്തിൻ്റെ വിഗ്രഹാർത്ഥം എന്ത്? ദിനം തോറും. ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ഇതിനെ മാർക്ക് ചെയ്ത PDF എല്ലാ പ്രൊവിഷണൽ ആൻസർ കീസും PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഡെയിലി കറണ്ട് അഫയേഴ്സ്, PSC അപ്ഡേറ്റ്സ് എല്ലാം ലഭ്യമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.